ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അത് പൊതുവിൽ കേരളത്തിൽ അറിയാവുന്നൊരു കാര്യമാണ്. അത് സുതാര്യമായ ഒന്നാണ്, കളങ്കരഹിതമായ ഒന്നാണ്. അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്, ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടുള്ളത്. ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നിട്ടുള്ളത്. ഇതായിരുന്നു എൻ്റെ ഒരു രീതി. ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി 10 വർഷത്തോളമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാനിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ എനിക്കുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. നിങ്ങൾ ചിലപ്പോൾ ചില താല്പര്യങ്ങളുടെ മേലെ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണല്ലോ. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. രാജ്യത്ത് മറ്റെവിടെ എന്ത് നടക്കുന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാകുന്നതിന് ഒരു പദ്ധതി വരുന്നു, ആ പദ്ധതിയുടെ കോൺട്രാക്റ്റ് കൊടുക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലയിടത്ത് അതിനൊക്കെ കൃത്യമായ വിഹിതമുണ്ട്, ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കണക്കുണ്ട്. അങ്ങനൊരു കണക്ക് കേരളത്തിലുണ്ടോ? ആർക്കും യഥാർത്ഥത്തിൽ മത്സരത്തിലൂടെ പദ്ധതി ലഭിച്ചാൽ അവർ ചെലവഴിക്കേണ്ട പണം മുഴുവൻ അവിടെ ചെലവഴിക്കാമല്ലോ, മറ്റെവിടെയും ആ പണം കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. ഇത്തരമൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. അതിൽ സാധാരണഗതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണത്? അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ. നമ്മൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഏജൻസികളെ കൊണ്ടുവന്ന് ആ ഏജൻസികളിലൂടെ ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് നാട്ടിൽ വിലപ്പോകുമെന്നാണോ കരുതുന്നത്? അത്തരം പ്രചരണങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ഉയർത്തിക്കാണിക്കുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളെ ചിലതിനെ സ്വാധീനിച്ചാൽ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത്? അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. എൻ്റെ മക്കൾ 2 പേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്.